എന്താടാ പട്ടികളെ, ഈ സീനിയേഴ്സ് ആരാ നിനക്കൊക്കെ അറിയാവോടാ? ഇന്ന് തന്നെ ഈ താടിയും പിടിയും പിടിച്ച് എന്നെ വന്ന് കണ്ടോണം, ഇല്ലെങ്കിൽ നീ ഒന്ന് ക്യാമ്പസ് എന്തൊക്കെ പറഞ്ഞാലും അവനെ തല്ലി കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങണ പട്ടി ഞാൻ റെഡി. ബെസ്റ്റ് ഉറക്കത്തിലും തല്ല്. എന്താടാ ആ തടിയെ നിന്നെ തല്ലിയ? ആ ജേക്കബ് നിന്നെ പിന്നെ പിടിച്ചിടിച്ച പറയണ നമുക്ക് ചോദിക്കടാ. വാതോർന്ന് പറയാൻ പൊട്ടാ നിന്റെ അറിയാൻ പറ്റാ കിട്ടിയില്ല. നല്ല ഇവരെന്തുകൊണ്ടേ ഓടിയ? അവളെത്തി. Oh my god, seriously? പെണ്ണ പെണ്ണ മെക്കാനിക്കല്ല. She's gonna be ugly for sure. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദീപാവലിക്ക് എന്റെ കുണ്ടിക്ക് ഗുണ്ടു വെച്ചവന്മാരാ ഇവര്. ഇവന്മാർക്ക് ഇത് തന്നെ കിട്ടണം. വല്ല കിണ്ടി മനസ്സിലായ പോലത്തോ? അവരെ പൂട്ടണമെങ്കിൽ ഒരു പെണ്ണത്യാവശ്യം. So the bitch has come. ആരായിരിക്കും? ആരാണെങ്കിലും കാണാനൊരു ചന്തൊക്കെ വേണം, പിന്നെ നല്ല മനസ്സ്. ഈ പെണ്ണുങ്ങളെ മനസ്സെന്നൊക്കെ പറയുമ്പോ പഠിക്കാതിരി മോശമാണെങ്കിൽ നമ്മളൊക്കെ ഇല്ല ഇവിടെ. എടാ പുല്ലേ, പെണ്ണൊരുത്തി ഇല്ലാത്തോണ്ടാ മറ്റാർക്കും പറ്റാത്ത നമുക്ക് ഈ ക്യാമ്പസിൽ പറ്റുന്നത്. കേട്ടാ, ഈ വരുന്ന ഒരൊറ്റ ഐറ്റം മതി ഈ എല്ലാം കൊളവാൻ. മനസ്സിലാടാ? എന്താണ് ഇത്ര പ്രശ്നം? പെണ്ണാണോ? അവള് നമുക്കിടയിൽ വേണ്ട. എടാ ബാലും എന്നാലും വേണ്ടേ? വേണ്ടാന്ന് പറഞ്ഞില്ലേ? വേണ്ട. കണ്ട, അവള് വരുന്നു പറഞ്ഞു. വരാൻ പോടോ ജിമ്മൻകുഴി. അവള് വരൂലോലേ. എന്ത് വരാൻ? അപ്പൊ ഇന്നലെ പറഞ്ഞൊക്കെ നീ മറന്നോ? വന്നാലും അവള് ക്ലാസ്സിൽ കേറില്ല. ക്ലാസ്സിലൊക്കെ അവള് തന്നെ കേറിക്കോളൂ, നീ കേട്ടേണ്ട കാര്യമൊന്നുമില്ല. വർക്കിച്ച വാക്കുകൾ എടാ, സൂക്ഷിച്ച് ഉപയോഗിക്കുക. എന്റെ കണ്ണാടി കണ്ടായിരുന്നോ നീ? തന്നെ വേണം. പോടാപ്പാ. ഒന്നാ എന്ത് കാണുന്നില്ല. അഞ്ചാ. Shoe polish ചെയ്തടാ, shirt iron ചെയ്തടാ. Say hi to the party people. ഉഴപ്പെല്ലാം മാറ്റേണ്ട good boy. ഇനി ഞാൻ ഒരു സീരിയസ് സ്മാർട്ട് ബോയ്. ഒന്നു മക്കളെ നന്നായി ഞാൻ മുനീർ മുനീർ മുനീർ. ഉഴപ്പെല്ലാം മാറ്റേണ്ട good boy. ഇനി ഞാൻ ഒരു സീരിയസ് സ്മാർട്ട് ബോയ്. യെസ്, കണ്ണാടി ഇങ്ങ് താടാ. സെക്കൻഡ് ഇയർ തുടക്കമല്ലേ, പഠിക്കാമെന്ന് കരുതി. ശവം, എന്റെ സ്പ്രേ, എന്റെ സോപ്പ്. നിന്റെ സ്പ്രേയാ? കയ്യിൽ നിന്ന് സമയായി, ക്ലാസ്സിൽ കയറട്ടെ. ഓക്കെ. Note it down. Plus x square minus n square into y equals 0. മോനെ ജബാ, ചുമ്മാ പറഞ്ഞതാണെങ്കിൽ ഇന്ന് നിന്റെ പുറത്ത് പെരുന്നാളാണ് സത്യമായിട്ടും. ഹേ മാൻ, ഇതൊരു ക്ലാസ് റൂമാണ്. സൈലൻസ്. പഠിക്കുന്നവർ പഠിച്ചോട്ടെ, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണം. അല്ല വിശ്വ? പോട പട്ടി. X dy by dx. Those just tell me, at the bush crack oikinim boomla, mohinozu. Minu pizza. Why is it to zero? പറ്റൂല. എന്തിനാണ് അവളൊന്നും എല്ലാരോടും പറഞ്ഞു? ആരാണ് സംസാരിക്കുന്നത്? Yes, Sam. Get out. Get out of my class.
സംസാരിച്ചതിന് ക്ലാസ്സിൽ നിന്നും പുറത്താക്കുന്ന ലോകത്തിലെ ആദ്യത്തെ പൊട്ട ഇവനായിരിക്കും. Let's continue. X square d square y by ശരിക്കും x വേണ്ടി square വരും. plus എവിടെ വരില്ല പോടാ പ്രിൻസി അവള് വേറെ square minus n square into y. പാടേ ഇവിടെ മുള്ളരുത്. വരുമായിരിക്കൂലേ അവള്? എന്താ വരൂല. ഉറപ്പായിട്ടും വേറെ ഏതെങ്കിലും കോളേജിൽ പോയി കാണും. അവള് വരും ഉറപ്പാ. മോളുടെ മോളാ സ്കൂളിൽ പോവാൻ. ഗുഡ് മോർണിംഗ് ആന്റി. ഓ എന്താടാ എന്താണ് അയ്യോ നല്ല കാര്യം. അവളെത്തി അവളെത്തിയെന്നാ എന്താടി നിന്റെ പേര്? ചിന്നു. ഇതെന്ത് പേരാടി? ചിന്നു. ചിഞ്ചു. ചിന്നു. നല്ല പേരല്ലേ? എനിക്ക് എന്റെ പേര് ഭയങ്കര ഇഷ്ടാ. അവളെ തടഞ്ഞു അല്ലേ? അപ്പൊ നമ്മള് ചെയ്യേണ്ട പണി അവന്മാര് ചെയ്ത് അവിടുന്ന് തന്നെ പെട്ടിയും കിടക്കെടുത്തോണ്ട് അവള് പോയിക്കോളും. നമ്മൾ ചെയ്യേണ്ട പണി കണ്ടവന്മാര് ചെയ്യണോടാ. അവളിവിടെയുള്ള ഓരോ സെക്കൻഡും നമ്മുടെ ബാച്ചിൽ ഒരാളാ. അവളെ തൊടുന്നത് നമ്മളെ തല്ലുന്നതിന് തുല്യ. ഇവിടുന്ന് അവളെ പുറത്താക്കാനുള്ള കോൺട്രാക്ട് നമുക്കുള്ളതാ. മറ്റാരും അത് ഏറ്റെടുത്ത ആളാവണ്ട. പിള്ളേരെ തൊട്ടല്ല. ഇത്ര ചിരിക്കാൻ ഇവിടെ വല്ല തമാശയും പറഞ്ഞോടി. നിനക്കിപ്പോ കരയുന്ന കാണണോ? കാണണോന്ന്. അയ്യോ സോറി. പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? ഇതേ കിട്ടിയോളൂ. എന്റെ പൊന്നു മോളെ, 10-40 തരികിട പിള്ളേര് പഠിക്കുന്ന ക്ലാസ്സിലേക്കാ തന്റെ പോക്ക്. കൊച്ചിന് ഇത് വല്ലത് അറിയാവോ? So you understood, right? Don't mess with us. ഞാൻ പൊക്കോട്ടെ. അല്ലളിയ, ഈ പഞ്ചപാണ്ഡവർക്ക് പാഞ്ചാലി എന്ന പോലെ ഇവിടെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? ഇവളൊരുത്തി കൂടെ അവന്മാരും. ചേട്ടായിമാരുടെ ലുക്സും സ്റ്റൈലും ഒക്കെ കണ്ടപ്പോ ഞാൻ കരുതി കിട്ടിലങ്ങളായിരിക്കുമെന്ന്. പക്ഷേ ദേ കളഞ്ഞില്ലേ. ഏത് ഈ കൂട്ടം കൂടി ഇരുന്ന് കമന്റ് അടിക്കാൻ ആർക്കും പറ്റും. ശരിയല്ലേ? ശരിയല്ലേ? പറഞ്ഞു തീർക്കട്ടെ. നല്ല സ്റ്റൈലായി ഒറ്റയ്ക്ക് വന്നെന്നെ റാഗ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ കൈ തന്നേനെ. ഇനി ഇതുപോലെ പരിചയപ്പെടാൻ തോന്നുവാണേ. നേരത്തെ പറഞ്ഞ ആ ആൺകൂട്ടത്തില് ഈ ചിഹ്നം ഉണ്ടാവും. അപ്പൊ നമുക്ക് കാണാം നല്ല സ്റ്റൈലായിട്ട്. വെൽക്കം ടു മെക്കാനിക്കൽ. മെക്കാനിക്കൽ? യെസ്, ഐ ആം ദ മെക്കാനിക്കൽ. നീ ആരടാ അവിടെ വെൽക്കം ചെയ്യാൻ? അവന്റെ ഒരു വെൽക്കം ടു മെക്കാനിക്കൽ. നീ ഇപ്പഴാ ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു അവരുടെ ബാഗ് എടുക്കുന്ന, തലകുത്തി മറിയുന്നു. എന്താ കൂലിന്നാ? ഞാൻ പറയട്ടെ, ഞാൻ പിന്നെ എല്ലാവരും മുന്നേറ്റ നീ അല്ലേ പറഞ്ഞു അവൾ ഇവിടെ ഉള്ള സമയം മുഴുവൻ മെക്കാനിക്കലാണെന്ന്? അതിന് അവളെ ചെന്ന് ആലോചിച്ചോണ്ടിരുന്ന നിന്റെ അടുത്ത് ആരാടാ പറഞ്ഞു? ബാലു പറഞ്ഞാലും കാര്യമില്ലാതില്ല. എടാ പക്ഷേ അവളവിടുന്ന് പടി ഇറക്കണം നമ്മൾ തന്നെ ആയിരിക്കും. എന്നാൽ ഈ പന്നടാ ഇവൻ ഇനി അവരോട് മിണ്ടില്ല. ഇതേ ദേവലോകത്ത് വെച്ചെടുക്കുന്ന തീരുമാനോ തെറ്റിച്ച ഇനി ഒറ്റ അവരോട് മിണ്ടിപ്പോരുത്. പ്രത്യേകിച്ച് നീ
കേട്ടാ 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 കേട്ട് ഹായ് ഹേയ് ഹലോ ഇതെന്താ മൈൻഡ് ചെയ്യാത്ത കൂലി എന്നാന്ന് മിണ്ടാതെ പോകുന്നത് ഞാൻ ചിന്നുവാ ഹലോ എന്നെ ആരും ഒന്നും മിണ്ടാത്ത ഹലോ ഹായ് ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ് മോർണിംഗ് സിറ്റ് ഡൗൺ. ഇതെന്താ ഒരു പാർട്സ് മാത്രം മാറ്റി വെച്ചിരിക്കണേ? ആ ബാവാ, പ്രാർത്ഥനയിൽ നമ്മളെ കൂടി ഉൾപ്പെടുത്തണേ. ശരി, ബുക്കെടു. കുട്ടി സോറിട്ടാ. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസ്റ്റിറ്റ്യൂട്ടഡ്. ആ നമ്മുടെ ഹായ് ഡിറക്ഷൻ ഓഫ് മെഗറ്റിൻ. എന്താ അജിത്തേത്? ഈ സമയത്താണോ ക്ലാസ്സിൽ കയറി വരണത്? സാർ ഫസ്റ്റ് ഡേ ആയിട്ട് ഗെറ്റ് ഇൻ. പിന്നെ ഫസ്റ്റ് ഡേ കാട്ടുണ്ട്. ഡിറക്ഷൻ ഓഫ് നല്ല രുചി. machines and dynamics on. Okay, we'll meet in the next hour. ഹേയ് ഞാൻ ചിന്നു. ഞാൻ മാട അലാജിത്ത്. ഞാനേ ഒന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് വരാം. നിങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്ന? എങ്ങനെയുണ്ട് കോളേജ് ഫസ്റ്റ് ഡേ? ഒരു കാര്യം പറയട്ടെ സർ, ഒരു രക്ഷയില്ല. കീട്ടു കോളേജ്. ഓക്കെ, ഞാൻ വിളിപ്പിച്ചത് ഇറ്റ്സ് വെരി റെയർ ദാറ്റ് എ ഗേൾ ഓപ്റ്റ്സ് ഫോർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെയിൻലി ഫിസിക്കൽ ലേബർ. പിന്നെ ലാബ് വർക്ക് മാത്രമല്ല, അത് കഴിഞ്ഞ് കിട്ടുന്ന ജോലി പ്രശ്നമൊന്നുമില്ല. പിന്നെ ഒരു സീറ്റ് അവൈലബിലിറ്റി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ. എന്താ നോക്കുന്നോ? ഫസ്റ്റ് ഡേ തന്നെ സാറിനെ വിളിപ്പിച്ചത് ഞാൻ മെക്കാനിക്കൽ എടുത്തോണ്ടല്ലേ? അതെ. പിന്നെ സാറും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ അല്ലേ? അതെ. അപ്പൊ പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലാത്ത എന്തോ ഒന്ന് ഈ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ ഓക്കെ, കീപ് അപ്പ് ദി ആറ്റിറ്റ്യൂഡ്. താങ്ക് യു സർ. പിന്നെ എന്തെങ്കിലും റീതിങ്കിങ് ഉണ്ടായാൽ അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഇല്ല സർ, എഞ്ചിനീയറിംഗിന് 2 സ്ട്രീമാണുള്ളത്, മെക്കാനിക്കൽ ആൻഡ് നോൺ മെക്കാനിക്കൽ. ചിന്നു മെക്കാനിക്കൽ, അത് മതി. അവന്റെ ഒരു കൊഞ്ചലും കുഴയലും നാണം ഉണ്ടോ മാണേ. ഒരു പെണ്ണ് വന്നങ്ങ് കേറിയപ്പോഴേക്കും ഗുഡ് മോർണിംഗ് ടീച്ചർ. എന്താണ് ഇത്രമാത്രം സംസാരിക്കാൻ? നിനക്ക് അറിയണോ? അറിയണോന്ന് എല്ലാത്തിനോടും കൂടെ പറയാ. ഇനി ഏതെങ്കിലും ഒരുത്തിന് അവനോട് മിണ്ടിയ അവന്റെ കാര്യം ഞാൻ തീർപ്പാക്കും. ഇതേ വർക്കിച്ചന്റെ വാക്കാ, കേട്ടല്ലോ? എക്സ്ക്യൂസ് മീ. ഹായ്, ഞാൻ ചിന്നു. ഞാൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനോ? എന്നാ കടുപ്പാന്നേ പേരിന്? കുട്ടി സോറി, ചിന്നു എന്നെ വർക്കിച്ചെന്ന് വിളിച്ചാൽ മതി. വർക്കിച്ചൻ, അത് നല്ല പേരാ. കൊള്ളാം. ഹായ്, ഇത് ശ്യാമ, ഇത് ശങ്കർ.
ഇത് മാടപ്രാവ് അറിയാതെ. എനിക്കറിയാം. ശ്യാമ. ശ്യാം നല്ല പേര്. ശ്യാം നല്ല പേരാ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ശ്യാമ. ചോദിക്കാൻ പറഞ്ഞില്ല, കുട്ടിയുടെ സ്റ്റേ ഒക്കെ എവിടെയാ? ഞങ്ങൾ എന്തെങ്കിലും അറേഞ്ച് ചെയ്യണോ? ഇല്ല, ഹോസ്റ്റലില്ല. ആകെ ബാഗ് പിടിക്കുന്ന ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നു. അത് ഞാൻ കൂലിനെ ഏൽപ്പിച്ചു. കൂലി? ഞാൻ കേട്ടില്ലല്ലോ. ദേ, അതാ കൂലി. എന്തൊരു ഇത് നീ ഒരിക്കലും അവളോട് മിണ്ടായിരിക്കാൻ വേണ്ടി. This is your heat engine slab. All of you should be very careful. Sure, sir. U3, U3, U3 and U3. Okay, you can start the experiments now. സാറിനോട് ഞാൻ എന്ത് ചെയ്യണം? വാ, നമ്മളൊരു ഗ്രൂപ്പാണ്. വാ. ഞാൻ അല്ലടാ. ഇങ്ങനെയാ ഈ സൈഡിലേക്ക്. വെകിളി പിടിച്ചവൻ. എന്റെ പൊന്നു സാറേ, ഇവനെ ഈ മെഷീനൊക്കെ ഇവിടെ കേടാക്കുന്നത് വൃത്തികെട്ടാ. ചെവി കൂടി ജസ്റ്റ് എന്തോ. നീ ഒന്നും പറയണ്ട. എടാ നീ ചെയ്ത് ഒട്ടും ശരിയായില്ല. ഞാൻ ലാബിലൊരു ഗ്രൂപ്പിലായതുകൊണ്ട് മിണ്ടിയെന്നുള്ളു. ഇവിടെ ഒരാൾ പരിചയപ്പെടുന്നു, ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുന്നു, എന്തൊക്കെയായിരുന്നു അത്. പിന്നെ ഞാൻ സ്ട്രിക്റ്റ് ആണെന്നറിയില്ലേ? ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്. കുട്ടി പേടിക്കണ്ടോ? പക്ഷെ ഒന്നുണ്ട പാലു, നമ്മൾ ഇതുവരെ കണ്ട പോലെ ഒരു പെണ്ണല്ല ഇവള്. അതിന് നമ്മൾ വേറെ പെണ്ണുങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ. പെണ്ണാണോ വർഗം? അതൊന്നേ ഉള്ളൂ. വൈകാതെ നീയൊക്കെ തിരിച്ചറിയണം. ആരോടെ സംസാരിക്കുന്നത്? അവന്റെ ആ താടി മുടി മക്കോലം കണ്ടില്ലേ? ആളുടെ രൂപമായിട്ട് ഇറങ്ങിയിരിക്കുക. എല്ലാം ഒരേ സൈസാ. അല്ലെങ്കിൽ വേണ്ട, നീ അവിടെ ഫ്രണ്ടിലിരിക്കും. ഞാൻ പോയിക്കോളൂ സാർ. നീ അവിടെ ഇരിക്കടാ. ഞാൻ പുറത്തു പോയിക്കോളൂ സാർ. അവിടെ ഇരിക്കാൻ. പെണ്ണാണോ? വേണ്ട, കളിക്കാൻ നിൽക്കുക. I am strict, very very strict. Okay? നോക്ക് മാഷേ, കൊള്ളാവോ? നല്ലല്ലേ? ഇത് എന്തുവാ സാറ് പറയുന്നത്? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് പോയി. തന്നെ എന്താ കുട്ടി ഇവൻ നിന്നെ നീ ഒന്നും പറയണ്ട. ആ കുട്ടി പറയട്ടെ. ആ കുട്ടി പറയൂ. ഒന്നുമില്ല സർ, ഒരു പല്ലി. പല്ലിയോ? അത് കുഴപ്പമില്ല, അതൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ വരും, ഒന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ അല്പം സ്വല്പം സ്ട്രിക്റ്റ് ആണെന്നേ ഉള്ളൂ, പക്ഷെ കുട്ടി പേടിക്കണ്ട കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കൂ. എന്റെ മാഷേ, കണ്ടാ പറയില്ല കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ചിന്നുന് ഇതുപോലെ വരയ്ക്കാൻ പഠിക്കണം. അതെ, എന്റെ ഫോട്ടോ ഇതിലൊന്ന് വരയ്ക്കോ പ്ലീസ്. ഇതിൽ വരയ്ക്കോ? എന്നെ നോക്കി വരയ്ക്കേ. ആ വരയ്ക്കോ മാഷേ, വേഗാവട്ടെ. So, coming back. കഴുത കുറുകണുണ്ടല്ലേ? ഇതിലും നല്ലത് നീ പുറത്തു പോകുന്നായിരുന്നു. നാണല്ലോ അവിടെ തന്നെ നോക്കിയിരിക്കാൻ. കഷ്ടം. ആ കഴിഞ്ഞല്ലോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഓക്കെ, താങ്ക് യു. ഇനി എന്താ? ആള് ഭയങ്കര കലിപ്പനാണല്ലേ? ചതിക്കും വഞ്ചനയ്ക്കൊരു നിയമമുള്ളൂ. അത് നീയാലും ശരി, ഞാനായിരുന്നാലും ശരി. അവളോട് മറ്റൊരുത്തനും മിണ്ടി പോകരുത്.
പ്രത്യേകിച്ച് നീ അല്ല പുല്ലേ. ഇപ്പൊ അവളോട് മിണ്ടാത്ത ഒറ്റൊരുത്തരുള്ളൂ, ഈ ഞാൻ. എടാ ഞാൻ എന്തായാലും ഈ എന്നോടോ ബലു അമ്മുക്ക സർ, ആ എന്താ കുട്ടി? സാറിനൊന്നും മര്യാദയ്ക്ക് പരിചയപ്പെടാൻ പറ്റില്ല. പരിചയപ്പെടാൻ ഐ ആം സ്റ്റിൽ വെരി വെരി സ്ട്രിക്റ്റ്. സാർ, എനിക്ക് സാറിനോട് കാര്യം ചോദിക്കാനുണ്ട്. ആ പറഞ്ഞോളൂ. സാറ് അടിക്കോ? ഞാനോ? നോ, ഐ ആം സ്ട്രിക്റ്റ്, വെരി വെരി സ്ട്രിക്റ്റ്, യു നോ. എന്താ സംഭവം? അല്ല, അത് കുപ്പിനല്ല, ഷട്ടിലിന്റെ ആവും. ഏയ്, കുഴപ്പമൊന്നുമില്ല. ചേച്ചി പോയിക്കോട്ടെ ചേച്ചി പ്ലീസ്. പോടാ. ഹലോ ചിന്നു. രാവിലെ ഭയങ്കര ഷോ ആയിരുന്നല്ലോ. ഷോയോ? ഞാനോ? മോളെ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ്. ഞങ്ങൾ ആരാന്ന് ഈ ക്യാമ്പസ് ഉള്ളവർക്ക് അറിയാം, മനസ്സിലായോ? എന്താണ് എവിടാണ് കാണാറില്ലല്ലോ. പിണങ്ങല്ലേ? പോണേടാ, ഞാൻ മഞ്ഞി. ഹലോ അമ്മായിസ്, പോണേടാ. ദിഗണോക്കി ഫിൽത്തി ചേച്ചി കൂടുതൽ പൊട്ടി നല്ലട്ടോ. നിന്നെ ആദ്യം പരിചയപ്പെട്ടത് ഞാൻ, നിന്നെ സ്വീകരിച്ചത് ഞാൻ, എന്തിനെ ആ ബാഗ് വരെ തൂക്കിയത് ഞാൻ. എന്നിട്ട് എന്നോട് എന്റെ പേരെങ്കിലും ചോദിച്ചു. കൂലിക്ക് ഇനി എന്തിനാ പേര്? ഇനി കൂലിയുടെ പേര് അമിതാഭ് ബച്ചൻ ആണെങ്കിലും ഞാൻ കൂലിനെ വിളിക്കും. എന്നിട്ട് നീ കണ്ടോറൊക്കെ മിണ്ടിയായിരുന്നല്ല, എന്നോടൊരു വാക്കെങ്കിലും ഒരു നോട്ടെങ്കിലും. നീ ഇമോഷണൽ ആവല്ലേ? എന്നോടൊന്നും മിണ്ടായിരുന്നു. കൂലി, my phone number is 9961212043. സവാരിഗിരി. ഇനിയെങ്കിലും നീയൊക്കെ മനസ്സിലായിക്കോ, തൊലി വെളുപ്പിലോ ലുക്കിലോ അല്ല കാര്യം. മനസ്സിലായോ? മനസ്സിലായോ? എന്നിട്ടാ ഇക്കണ്ട നേരൊക്കെ അവൻ ഫോണും പിടിച്ചിരുന്നു. ബോറടിക്കണില്ലേ? എനിക്കാണെ ബോറടിച്ചിട്ട് വയ്യ. എങ്ങനെ ഇരിക്കണേ? ഞാനേ അവന്മാരെ വിളിക്കാൻ പോവാ. ഹലോ ചിന്നു, ഞാൻ എത്ര നേരം ഇതിനോട് വെയിറ്റ് ചെയ്തിരിക്കണു? ചിന്നു വിളിക്കണെന്ന് പറഞ്ഞല്ലേ? എന്നോട് മിണ്ടണ്ട. ഈ താടകന്മാരുടെ ഇടയിൽ കൊണ്ടിട്ടിട്ട് ഇനി ഒരിക്കലും ഞാൻ വിളിക്കില്ല. അവളാടെ വിളിച്ചത് ചിന്നു, ഇനി വിളിക്കൂലെന്ന് പറഞ്ഞു. ഇനി ഒരിക്കലും വിളിക്കില്ലെന്ന് പറഞ്ഞ അങ്ങ് പോവാണോ? ഞാൻ വിളിക്കാൻ പോണായിരുന്നു. ആണോ? എന്നതാ വിശേഷിച്ച്? വിശേഷമൊന്നുമില്ല. എന്നാ പിന്നെ വെച്ചിട്ട് പോവാൻ മേലെ. രാത്രി പെൺകുട്ടിയെ വിളിച്ച് ശല്യം ചെയ്യാതെ. കളിയാക്കണല്ലേ? എന്നാ ഞാൻ വെക്കട്ടെ. ഓ, അപ്പൊ ഇത്ര ഉള്ളൂ അല്ലേ? അവിടെ ആരുള്ളത്? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് ഇവിടുത്തെ മെയിൻ. ടെറസിലേക്കാ? ഒറ്റ നോട്ടത് പറഞ്ഞ അവളുടെ ക്ലാസ്സിലേക്ക് വന്ന പുതിയ പയ്യന്മാരെ പോലെയായിരുന്നു ഞങ്ങളവൾക്ക്. ഒരാഴ്ച കൊണ്ട് അവളെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കണമെന്ന് വിചാരിച്ച ഞങ്ങളെ ഒരു ദിവസം കൊണ്ട് അവൾ കയ്യിലെടുത്തു, ഞങ്ങൾ പോലും അറിയാതെ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ജന്തുവിനെ
ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രാവശ്യം പറ്റിയെന്നേ ഉള്ളൂ. അടുത്ത പ്രശ്നം എന്തായാലും സത്യം. ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്യുന്നേ? ഇല്ലല്ല, നിങ്ങളാണെന്നോ? ഞാൻ വരാം. കഴിഞ്ഞോടാ? ഇതിപ്പോ കഴിയുക. പിന്നെ മറ്റേ ഫ്ലെക്സിന്റെ നിന്നെ ഏൽപ്പിച്ചതല്ലേ? അത് ഞാൻ അന്ന് ചെയ്യാന്ന് വെച്ചാ. അവളെ കുറിച്ച് ക്യാമ്പസിൽ അല്ലറച്ചില്ല ടോക്കൊക്കെ വരുന്നുണ്ട്. അത് കാര്യാക്കാനൊന്നുമില്ലടാ. ഈ തൊട്ടും പിടിച്ചുള്ള അവളുടെ നടത്തവും സംസാരവും ഈ പറഞ്ഞു നടക്കുന്നവരെ നാവടപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമല്ലടാ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എനിക്കറിയാലോ അവളെ. നീ അവളോടൊന്ന് സൂചിപ്പിച്ചേക്ക്. അപ്പോൾ ശരി. ഇവിടെ ഇരിക്കുവായിരുന്നോ? എന്തെന്ന് ലാബിലേക്ക് വരായിരുന്നു എന്തോ ചായ? ഞാനും ജബിനെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു. ഇങ്ങനെ ഇരിക്കല്ലേ, ഇങ്ങനെ ഇരിക്കും നിങ്ങൾ, എനിക്കിഷ്ടല്ല. അച്ചായ വന്നേ. നീ പൊക്കോ, ഞാൻ വരാം. എന്താടാ? ഞാൻ വരാം. എടാവേ, നിന്നെ ഇവിടെ എഴുന്നേപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഒരു സമാധാനത്തിന് വേണ്ടി ഇവിടെ വന്നിരുന്നത്. അപ്പൊ അവൻ ശല്യം. അവൾ കരയുന്നത് കണ്ടപ്പോഴാണ് അവളെ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കി. പിന്നീട് ഓരോ ദിവസവും എന്തോ ഭയങ്കരമായിട്ട് ഞാൻ അവളിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയായിരുന്നു. എന്നെപ്പോലുള്ള പിള്ളേരെ സമ്മതിക്കണം. ഇതൊക്കെ പഠിച്ച വല്ല പാസ്സാവും. ഇൻഡെക്സ് ഓടിക്കാം. ഡിസ്റ്റർബൻസ്. ഹലോ, എന്താടി? ഹലോ കൂലി, നീ എവിടെയാ? ഞാനോ? ഐ ആം ദ സ്റ്റഡി. നാളെ എക്സാം അല്ലേ? യു നോ. ഞാൻ റെഡി. എന്തിന്? സെക്കൻഡ് ഷോ രാവിലെ പറഞ്ഞല്ലേ? സെക്കൻഡ് ഷോയാ? അതെല്ലാം നീ വിശ്വസിച്ചോ? എന്തായാലും 10 മിനിറ്റിനകം അവന്മാരും കുട്ടി പുറത്തേക്ക് വന്നേക്കണം. ഒന്ന് പോയടെ ഒന്ന്. പിന്നെ നീ എല്ലാം പഠിച്ചിട്ടേ നടക്കൂല. എന്താണ് അവിടെ ശബ്ദം? ഒന്നുമില്ലടാ. ടുമാറോ ഐ ആം ദ ടോപ്പർ. ആരുകടെ? ചിന്നുവാടാ. നടക്കൂല മോളെ. ചിന്നു നടത്തും മോനെ. നടത്തുന്ന പറഞ്ഞ നീ എന്തിനാണ് ഓടണം? നീ എന്തൊക്കെ ഒന്നുമില്ല. എനിക്ക് പഠിക്കണോന്ന്. പിന്നെ നീയൊക്കെ പഠിച്ച പാസ് ആവില്ലാന്ന് എന്നേക്കാ നന്നായിട്ട് നിനക്കറിയാലോ. മുനീറെ, നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഓക്കെ. എന്ത് ഇല്ല ഇല്ല ഇല്ല? മനസ്സിലായില്ലേ? മനസ്സിലായ? എന്താടി പറയടി? നീ ആണെങ്കിൽ പറയടി. ഹലോ. അപ്പൊ പേടിയുണ്ട്. അയ്യോ അയ്യോ കട്ട് ചെയ്ത. You owe me $100. 100 രൂപയല്ലേ തരാടി. These guys, man, disgusting.
തോം 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 ഒരു മുറി വന്ന് പാർത്തായ ഒരു മുറി തോം 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 ഫസ്റ്റ് ആവുമ്പില്ല സെക്കൻഡ് ആയാലോ എന്താണ് ഞാൻ ഇപ്പൊ ചോദിക്കും നീ എങ്ങനെ ഇവിടെ എത്തി? അതൊക്കെ പിന്നെ പറയാം മുനീറ വാ ബാലു ജപ മുനീറെ വാ നീ പാക്കോ വാടാ. എന്താ മോനെ ബാലു നിനക്കറിയോ ഈ കാണുന്ന ഓരോ ഫ്ലാറ്റിലും ഉണ്ടാവും ചിന്നനെ പോലെ ഒരു പെൺകുട്ടിയെങ്കിലും. അതിലേതൊരു പെൺകുട്ടിയോടും അവളുടെ ഒരു ആഗ്രഹം ചോദിച്ചാൽ മതി. അത് ഇതാണ്, പാതിരാത്രി ഇങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കണം. പക്ഷെ അവര് ഈ വട്ടൊന്നും കാണിക്കാതെ എല്ലാവരും വീട്ടിൽ മൂടി പോച്ചു കിടന്നുറങ്ങുന്നത് എന്താണെന്നറിയോ? ഇതുപോലുള്ള ചെങ്ങായിമാരില്ലാത്തോണ്ടാ. എന്റെ പൊന്നു മോളെ സോറി. വേണ്ട മുനീറെ ബാലു, ഇവനെ വിളിച്ചോണ്ട് പോ. കഷ്ടം, എന്ത് തോൽവിയാടാ. സത്യം. ഒരാൾ ചൂടാവാനും അത് കേട്ട് കരയാൻ. ഇതൊക്കെ കൊച്ചുകുട്ടിയാണോ? കണ്ണടച്ചേ. എന്തിനാ? കണ്ണടക്കടി. ആ ചിന്നു കണ്ണൂർക്ക്. മക്കളെ നാടൂറോഡിൽ എന്താ പരിപാടി? നിങ്ങളൊക്കെ എവിടെ പോയിട്ട് വരാടാ? നാട്ടുറോട്ടിലാണോ നിന്റെ ഒക്കെ? അമ്മായിയുടെ മോനാ, വാതിർത്തിപ്പാലം കാണിക്കാൻ കൊണ്ടുവന്നതാ. നീ എന്താ കളിക്കാ? നിനക്കൊന്നും റൂം കിട്ടിയില്ലേ? റൂം തന്റെ അഭ്യാസം കാണിച്ചോണ്ടല്ലോ. അഭ്യാസമൊക്കെ അവിടെ ഇരിക്കട്ടെ. അമ്മ മരിച്ചില്ലേ? ഞങ്ങളെ കോളേജ് പിള്ളേരാ, തൂക്കിയെടുത്തങ്ങ് എറിയും. രണ്ടെണ്ണം കഴിച്ചു പോയി, അല്ലെങ്കിൽ ഇവരൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു. പോലീസുകാരാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവും കേട്ടോടാ. പോലീസോ? പോലീസിനെ കൂട്ടിട്ട് വാടാ നീ. കലിക്കണം. ഹായ്, ഞാൻ പുറകിലേക്ക് ചേട്ടനോക്കി കലിപ്പ. എന്നാ പിന്നെ നമ്മളങ്ങോട്ട് പോവല്ലേ? റൂമിലേക്ക്. എന്താണ്